ഇന്നത്തെ വീഡിയോയുടെ വിഷയം മുരിങ്ങാക്കോലാണ്. മുരിങ്ങാക്കോല് മാത്രമല്ല, മുരിങ്ങേൻ്റെ ഇലയും, അങ്ങനെ കംപ്ലീറ്റ് മുരിങ്ങേൻ്റെ കാര്യം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഈ മരത്തിൻ്റെ സയൻറ്റിഫിക് പേരെന്ന് പറയുന്ന പോലും മൊരിങ്ങ ഒളിഫെറ എന്നാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മുരിങ്ങേൻ്റെ ഇല കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയ്ക്കാൻ സാധിക്കുമോ? ഫെർട്ടിലിറ്റിക്ക് നല്ലതാണോ? ഇതെല്ലാം തെളിയിക്കാൻ എന്തെങ്കിലും സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഞാൻ പലതരത്തിലുള്ള ഭക്ഷണത്തിനെ കുറിച്ച് ഇതിനു മുമ്പേ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള വീഡിയോ മുരിങ്ങേനെ കുറിച്ചാണ്. മുരിങ്ങേൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് മിറക്കിൾ ട്രീ എന്നാണ്, അല്ലെങ്കിൽ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയും. ലോകത്തിൻ്റെ പല ഭാഗത്തും മുരിങ്ങേൻ്റെ മരം കാണാറുണ്ട്. പക്ഷേ ഇന്ത്യയിലും മറ്റ് സൗത്ത് ഏഷ്യൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മുരിങ്ങ എന്ന് പറയുന്ന ഫാമിലിയിൽ 13 സ്പീഷീസ് ഉണ്ട്. അതിൽ മുരിങ്ങ ഒളിഫെറയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ള മരുന്നുകളും മറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിച്ച് വരുന്നത്. മുരിങ്ങ മരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭാഗങ്ങളും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. മുരിങ്ങൻ്റെ കോല്, മുരിങ്ങൻ്റെ ഇല, ട്രീൻ്റെ ബാർക്ക്, ഇതിൻ്റെ ഫ്ലവേഴ്സ്, ഇതിൻ്റെ വേര് പോലും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മുരിങ്ങൻ്റെ ഇലയിൽ നല്ല രീതിയിൽ ബീറ്റാ കരോട്ടിനും കാൽഷ്യമും പൊട്ടാഷ്യമും മറ്റു തരത്തിലുള്ള മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇല ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒലീക് ആസിഡിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 70%. ഒലീക് ആസിഡ് നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്കിൻ മോയ്സ്ചറൈസർ ഉണ്ടാക്കണമെങ്കിൽ മുരിങ്ങേൻ്റെ ഇല ഉണക്കി പൊടിച്ച് അത് ഉപയോഗിക്കുക. മുരിങ്ങേൻ്റെ ഇല പൊടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് പലതരത്തിലുള്ള പാനീയങ്ങൾ, ബിവറേജസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ അത്തരത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിവറേജിൻ്റെ പേരാണ് സിജ്ജ. മുരിങ്ങ മരത്തിൻ്റെ പുറംതൊലി ആയുർവേദത്തിലും മോഡേൺ മെഡിസിനിലും പ്രഷർ കുറയ്ക്കാനും പല്ലുവേദനയ്ക്കും അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേരാവട്ടെ പലതരത്തിലുള്ള ഹെൽമിന്ത്, അതായത് വിരശല്യം ഉണ്ടാക്കുന്ന വേംസിനെ നശിപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫ്ലവേഴ്സിന് അഫ്രോഡീസിയാക് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ഫെർട്ടിലിറ്റി കൂട്ടാനും സെക്ഷൽ മൂഡ് കൂട്ടാനുള്ള കഴിവൊക്കെ മുരിങ്ങേൻ്റെ ഫ്ലവേഴ്സിനാണുള്ളത്. ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടിട്ടുള്ള ഒരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മുരിങ്ങയാണെന്ന് പറയേണ്ടി വരും. ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഇതിൻ്റെ കംപ്ലീറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരൊറ്റ വീഡിയോയിൽ തീരുന്ന കാര്യങ്ങളല്ല. നിങ്ങളിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇതുവരെ പറഞ്ഞത് കൂടാതെ മുരിങ്ങയ്ക്ക് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ബാക്ടീരിയനെയും ഫംഗസിനെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവ് മുരിങ്ങ ലീവ്സിനുണ്ടെന്നാണ് പറയുന്നത്. മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന 100-ൽ കൂടുതൽ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുമുണ്ട്. ഇതിൽ 50-ൽ കൂടുതൽ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താനുള്ള കഴിവും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ ചില കോമ്പൗണ്ട്സ് തയോ കാർബമേറ്റും ഐസോ തയോ സൈനേറ്റിനൊക്കെ നമ്മളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള ചില സെൽസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട്. ഡൈക്ലോറോമീഥൈൻ എന്ന് പറഞ്ഞ മറ്റൊരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ടിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള ജീൻസിനെ പോലും ബ്ലോക്ക് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. മുരിങ്ങ നല്ലൊരു എഫ്രോഡീസിയെ കാണുന്നുണ്ടെങ്കിലും ഫെർട്ടിലിറ്റീൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു നല്ല ചോയ്സ് അല്ല. ഫെർട്ടിലിറ്റി കുറയ്ക്കുന്ന രൂപത്തിലുള്ള പ്രോപ്പർട്ടീസാണ് മുരിങ്ങയ്ക്കുള്ളത്. പ്രഗ്നൻസിന് മുമ്പായിട്ടും പ്രഗ്നൻസി സമയത്തും പ്രഗ്നൻസിക്ക് ശേഷം ആഫ്റ്റർ ഡെലിവറി മുരിങ്ങ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ കുഞ്ഞിന് പലതരത്തിലുള്ള എബ്നോർമാലിറ്റീസ് ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. മുരിങ്ങ പ്രഗ്നൻസി ടൈമിൽ എടുക്കുകയാണെങ്കിൽ ഇത് കാരണം എബോഷൻ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. എബോഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസാണ് മുരിങ്ങയ്ക്കുള്ളത്. ഇനി പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മുരിങ്ങേൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി പോസിറ്റീവാണ്. സ്പേം കൗണ്ട് കൂട്ടാനും സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാനും നല്ലതാണെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും കൂടുതൽ എവിഡൻസിൻ്റെ ആവശ്യമുണ്ട്. കൂടുതൽ റിസർച്ച് നടത്തിയാൽ മാത്രമേ ഇത് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മുരിങ്ങേൻ്റെ ഫ്ലവറിലുള്ള ക്വെർസെറ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള കഴിവെല്ലാം മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ മാത്രമേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. പ്രമേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം പ്രീ ഡയബറ്റിസ് ഉള്ളവരാണ് കൂടുതലും സ്റ്റഡീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ ഒരു ദിവസം 2400 മില്ലിഗ്രാം മുരിങ്ങേൻ്റെ ലീഫ് എക്സ്ട്രാക്ട്സ് കഴിക്കുന്ന സമയത്ത് 12 ആഴ്ചകൾക്ക് ശേഷം ഇവരുടെ HbA1cയിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിലും 5% വരെ വാല്യൂസ് കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പ്രമേഹം റിലേറ്റഡ് ആയിട്ടുള്ള മുരിങ്ങേൻ്റെ സ്റ്റഡീസൊക്കെ കൂടുതൽ നടത്തിയിട്ടുള്ള ആനിമൽസിലാണ്. ഹ്യൂമൻ സ്റ്റഡീസ് ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റഡിയിലും പ്രമേഹത്തിന് മരുന്നുകൾ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ മരുന്നിന് പകരം മുരിങ്ങേൻ്റെ ഇല കഴിച്ചു കഴിഞ്ഞാൽ അത് മതിയാവുമെന്ന് തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ കൂടെ ഇത് കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മരുന്ന് നിർത്തി മുരിങ്ങേൻ്റെ ലീഫ് എക്സ്ട്രാക്ട്സ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി പറയാൻ പോകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം റിസർച്ച് നടത്തിയിട്ടുള്ളത് കുറവാണ്, അതായത് എവിഡൻസ് കുറവാണ്.
അതിൽ ചിലതെന്ന് പറയുന്നത് വയറിലുണ്ടാവുന്ന അൾസർ കുറച്ച് നിർത്താനുള്ള കഴിവുണ്ട്, വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഈവൻ ന്യൂറോപ്പത്തിക് പെയിനും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. മുറിവുകളെ ഉണക്കാനും അൾസറിനെ ഹീൽ ചെയ്യാനുള്ള കഴിവും ഉണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. മുരിങ്ങേൻ്റെ ഇലയോ അത്തരത്തിലുള്ള പ്രൊഡക്ട്സോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തടി കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാനും സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും മനുഷ്യന്മാരിലല്ല, എലികളിലാണ് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടേബിളിൽ മുരിങ്ങേൻ്റെ ഓരോ ഭാഗങ്ങൾ, ഇലയാവട്ടെ, ഫ്ലവർ ആവട്ടെ, റൂട്ട്സ് ആവട്ടെ, ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഈ ടേബിളിൽ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. മുരിങ്ങ നമ്മുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആണ്. എല്ലാവരുടെ വീട്ടിലും ഒരു മുരിങ്ങേൻ്റെ മരം ഉണ്ടാവുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും മുരിങ്ങേൻ്റെ ഇല കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതാണ്. സാലഡിൻ്റെ രൂപത്തിലോ പലതരത്തിലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാം. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് മാത്രം പ്രതീക്ഷിച്ച് ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അസുഖങ്ങൾ മാറ്റാൻ പറ്റുന്ന സയൻറ്റിഫിക് എവിഡൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുരിങ്ങനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. മിക്സഡ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടുമുള്ള ഒരു ഡയറ്റ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ ഏത് ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് മുരിങ്ങേൻ്റെ ഇല കൂടുതൽ കഴിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുള്ളത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മഞ്ഞളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഞാൻ ഭക്ഷണത്തിനെ കുറിച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.